മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയിൽ നിന്ന്. അന്ന് ഞാൻ കോണിപ്പടികൾ ഇറങ്ങിയതും എൻ്റെ വീട്ടിൽ പ്രവേശിച്ചതും ഒരു സ്വപ്നാടനക്കാരിയായിട്ടായിരുന്നു. ഞാൻ ഞങ്ങളുടെ ചെറിയ സൽക്കാര മുറിയിൽ വിളക്ക് കത്തിച്ചു. കടലാസുകളെടുത്ത് തെളിഞ്ഞ ഒരു ഭാവിയെപ്പറ്റി കവിത എഴുതുവാൻ ഞാൻ ആരംഭിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ആ കവിത PEN-കാരുടെ മാസികയിലേക്ക് അയച്ചു. എൻ്റെ ദുഃഖം തേൻതുള്ളികളായി കടലാസിൽ ഇറ്റിറ്റു വീണു. എൻ്റെ ദുഃഖം കറുത്ത മേഘപടലങ്ങളെ പോലെ അന്നു മുതൽ മാസികകളിലൂടെ ഏടുകളിൽ പറന്നു നടന്നു. എൻ്റെ ഭൃത്യ ആ വീടിന് അരനാഴികയുള്ള ചുറ്റുവട്ടത്തിലുള്ള മലയാളികളെല്ലാം പരിചയപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവർ ഉച്ചനേരത്തും ഞായറാഴ്ച രാവിലെയും അവിടെയും ഇവിടെയും ചെന്ന് കുശലാന്വേഷണങ്ങൾ നടത്തി പല സമ്മാനങ്ങളും നേടിക്കൊണ്ടു വന്നിരുന്നു. അവർക്ക് പണവും തുണിത്തരങ്ങളും ചില അവിവാഹിതർ താമസിക്കുന്ന ടെറസിൽ നിന്നും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടി. പക്ഷേ ശകാരിച്ചു ശീലിക്കാത്തവളായ എനിക്ക് അതിനെപ്പറ്റി അവരോട് ചോദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പലതും ചോദിച്ചാൽ തികഞ്ഞ അവജ്ഞയോടെ അവർ തലവെട്ടിച്ച് പറയുമായിരുന്നു, കുട്ടിക്ക് ഭ്രാന്താ. ഒരിക്കൽ എൻ്റെ ഭർത്താവ് ഓഫീസ് കാര്യം സംബന്ധിച്ച ഒരു സർക്യൂട്ടിലായിരുന്നു. രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ വാതിക്കൽ ആരോ വന്ന് മുട്ടി. അന്ന് തലവേദന അല്പം പനിയും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുട്ടിയെ മറ്റേ കിടപ്പറയിൽ വൃദ്ധയുടെ കൂടെയാണ് കിടത്തിയിരുന്നത്. അതുകൊണ്ട് അവൻ എന്നെ കാണാൻ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കുമെന്ന് കരുതി ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഇരുട്ടിൽ വൃദ്ധ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ പിന്നിൽ ഒരു അവ്യക്ത നിഴലും. കുട്ടിയെ ഇതാ വന്നിരിക്കുന്നു. കുട്ടിയോട് എന്തോ പറയാണ്ടത്രേ അവർ പറഞ്ഞു.